ആസ്പിരൻസ് എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ IBPS RRB POയുടെ മെയിൻസ് എക്സാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആസ്പിരൻസിന് എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്ക് എക്സാം എസ് എ ഹോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള റിയാക്ഷൻ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്കറിയണ്ടേ ഓരോ സബ്ജക്റ്റും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? റീസണിങ് ആയിക്കോട്ടെ, ക്വാണ്ട് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, ഏത് ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്? ഇപ്പം നിങ്ങൾ മെയിൻസ് എഴുതിയ ഒരാളാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ മുന്നോട്ടേക്ക് ഒരുപാട് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് അത്യാവശ്യമാണ്. നമ്മുടെ പ്രിപ്പറേഷനിൽ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്ട്സിലും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്, ഓരോ സബ്ജക്റ്റിന്റെയും ഗുഡ് അറ്റംപ്റ്റ്സ് എത്രയാണ്, ഈ വക കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ? എങ്കിൽ ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. റീസണിങ് നമ്മൾ ആസ്പിരൻസ് പറഞ്ഞതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നിന്ന് മനസ്സിലാക്കിയത് ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈസി ആയിരുന്നു. നമ്മൾ പസിൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചോദിച്ച ഡിഫറെൻറ്റ് ടൈപ്പ് പസിൽസിൽ നോക്കിയാൽ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഏതൊക്കെ ഏരിയാസിൽ അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത്. ഇൻഇക്വാളിറ്റിയിൽ നിന്ന് ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്പേഴ്സ് ചിലപ്പം ചില വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. അതും മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് സാധാരണ നമ്മൾ പ്രിലിംസിലാണെങ്കിൽ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ ചോദിക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചത് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 4-5 കൺക്ലൂഷൻസ് ഉണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഇക്വാളിറ്റി ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മുടെ മാരത്തോൺ സെഷൻ കണ്ടവർക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ സ്ട്രാറ്റജി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. എല്ലാ മെയിൻസിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇവിടെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഒന്നും ആയിരുന്നില്ല. അത്യാവശ്യം പ്രാക്ടീസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ മനസ്സിലാകുന്ന ടൈപ്പ് ഇൻപുട്ട് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓഡ് ആൻഡ് ഈവൻ ടൈപ്പ്, +or-5, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ ബ്ലഡ് റിലേഷൻ. എല്ലാ എക്സാംസിനും നമുക്ക് പണി തരുന്ന ഒരു ടോപ്പിക് ആണല്ലോ ബ്ലഡ് റിലേഷൻ, അല്ലെ? ഇവിടെയും ബ്ലഡ് റിലേഷന്റെ സബ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിരുന്നു. അത് സ്കിപ്പ് ചെയ്ത ആസ്പിരൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ടൈം പോയവരും ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏത് ടോപ്പിക് അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ എക്സാം ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, ഇനി പസിൽസിലേക്ക് വരാം. നമുക്കൊരു ഏജ് ബേസ്ഡ് പസിൽ ഉണ്ടായിരുന്നു, അൺസർട്ടൈൻ പസിൽ ഉണ്ടായിരുന്നു, ബോക്സ് ബേസ്ഡ് പസിൽ ഉണ്ടായിരുന്നു. ഏജ് ബേസ്ഡ് പസില് കുറച്ച് പേർക്ക് കൺഫ്യൂസിങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിലൊരു കീ കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതായത് ഏതോ ഒരു പേഴ്സന്റെ ഏജിന്റെ ഇരട്ടി എന്ന് പറയുന്നത് വേറെ 2 പേഴ്സൺസിന്റെ ഏജിന്റെ സമ്മാണ്. അപ്പൊ അത് ആ ഒരു സമയത്ത് ലെങ്തി ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞ റീസണിങ് നമ്മൾ ആ എത്ര വേഗത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ച് ഏജ് ബേസ്ഡ് പസിൽ എളുപ്പമായിരുന്നിരിക്കും. അല്ലെങ്കിൽ ഇച്ചിരി കൺഫ്യൂസിങ് ആകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ലെങ്തി ക്വസ്റ്റ്യൻ ആണല്ലോ. അതേപോലെ തന്നെയാണ് അൺസർട്ടൈൻ പസിലും. ചെയ്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങൾ ഏത് പസിലാണ് ചെയ്തത്, നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടിയോ? ഇപ്പൊ അൺസർട്ടൈൻ പസിൽ ലെങ്തി ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരുപാട് ആസ്പിരൻസിന് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. 16% ആയിരുന്നു എന്നാണ് ആൻസർ കിട്ടിയ ആസ്പിരൻസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ബോക്സ് ബേസ്ഡ് പസിൽ 8 ബോക്സസിന്റെ 2 വേരിയബിൾ ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് നോക്കിക്കേ, സാധാരണ നമ്മൾ പ്രിലിംസിനൊക്കെ അല്ലേ 2 വേരിയബിൾ പറയാ. ഇതും ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. പ്രിലിംസിന് ചോദിക്കുന്ന പോലത്തെ 2 വേരിയബിൾ എന്നല്ല, ബട്ട് 8 ബോക്സസിന്റെ 2 വേരിയബിൾ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ച ഏരിയാസിൽ നിന്ന് തന്നെയാണ് വന്നേക്കുന്നത്. നമ്മുടെ മാരത്തോൺ സെഷൻസ് ഒക്കെ കണ്ടവർക്കറിയാം, നമ്മൾ എല്ലാ ടൈപ്പിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സുകളിലായിക്കോട്ടെ അതിൽ നിന്ന് തന്നെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മെയിൻസ് എഴുതിയവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മെയിൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു, പക്ഷെ മെജോറിറ്റി ആസ്പിരൻസും അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്രയുമാണ് നമ്മളുടെ റീസണിങ് സെക്ഷനിൽ നിന്ന് നമ്മുടെ ഒരു മെമ്മറി ബേസ്ഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ആവറേജ് ആയിട്ട് നമ്മളൊരു ഗുഡ് അറ്റംപ്റ്റ് പറഞ്ഞാൽ നമുക്കൊരു 18 to 22. പക്ഷേ ഇതിലും കൂടുതൽ ചെയ്ത ആസ്പിരൻസ് ഉണ്ട്, 22+ ചെയ്ത. അതായത് അത് നമ്മളുടെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം നല്ല രീതിയിൽ പസിൽസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഈ 3 പസിൽസും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ 3 കൂടെ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, അതിൽ നമ്മൾ സെലക്ട് ചെയ്ത രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആസ്പിരൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളുടെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനൊരു ആവറേജ് ഗുഡ് അറ്റംപ്റ്റ് ആണ് ഈ പറഞ്ഞത്. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മളെ മുന്നോട്ടുള്ള എക്സാംസിന് സഹായിക്കും. ഇനി ബാക്കി നിങ്ങൾ കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും റീസണിങ്ങും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് പ്രശ്നം വന്നത്,
അല്ലെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റിയോ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും റീസണിങ്ങിന്റെ കേസിൽ താഴെ കമന്റ് ചെയ്യണം. ഹലോ ആസ്പിറൻസ്, IBPS RRB PO മെയിൻസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ കുട്ടികളുടെ റെസ്പോൺസ്, എക്സാമിന് ശേഷമുള്ള റെസ്പോൺസ് നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ക്വാണ്ടും റീസണിങ്ങും ഒക്കെ ഒരു വില്ലൻ റോൾ എടുത്താൽ പോലും ഇംഗ്ലീഷിന് നിങ്ങളെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എക്സാം കഴിഞ്ഞിറങ്ങിയ ഒരുപാട് കുട്ടികൾ പറഞ്ഞു 80 മുതൽ 90% വരെ ആക്യുറസി അവർക്കുണ്ട്, അത്യാവശ്യം നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ. അങ്ങനെയെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചത്? നമ്മൾ എക്സാമിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം, ഇന്ന ടോപ്പിക്സ് ഒക്കെ പ്രതീക്ഷിക്കാമെന്ന്. ഏകദേശം നമ്മൾ പറഞ്ഞ എല്ലാ ടോപ്പിക്സും തന്നെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ടോപ്പിക്സിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് അപ്രോക്സിമേറ്റ് ഉണ്ടായത് എന്ന് നമുക്കൊരു അനാലിസിസിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും RC 2 സെറ്റ് ഉണ്ടായിരുന്നു, 2 സെറ്റ് ഉണ്ടായിരുന്നു. അതിൽ 10 ചോദ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതേസമയം ക്ലോസ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലോസ് ടെസ്റ്റിൽ നമുക്ക് ടോട്ടലായിട്ട് ഒരു 6 ക്വസ്റ്റ്യൻസ് ക്ലോസ് ടെസ്റ്റിൽ നിന്നും സെന്റൻസ് റീഅറേഞ്ച്മെന്റിൽ നിന്നിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 ക്വസ്റ്റ്യൻ. ഈ ക്ലോസ് ടെസ്റ്റ് ആക്ച്വലി ഒരു സ്റ്റോറി ബേസ്ഡ് ലൈനിലാണ് നമുക്ക് എക്സാം വന്നത്. ആൻഡ് ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വേർഡ് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഫ്രേസ് റീപ്ലേസ്മെന്റ്, നമ്മൾ ഇതൊക്കെ ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു, ഇതൊക്കെ ഉണ്ടാവും എക്സാമിനെന്ന് അല്ലേ. സോ ഈ വേർഡ് റീപ്ലേസ്മെന്റ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫില്ലർ വരുന്ന പറഞ്ഞതിൽ ആരാ വന്നത്? ഡബിൾ ഫില്ലേഴ്സാ വന്നത്. ഇതെല്ലാം മാരത്തോണിന്റെ സമയത്തൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഓൾമോസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ദെൻ കണക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിലും മറ്റും ഒരുപാട് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി ഈ കണക്ടർ കുറച്ച് ടഫായിരുന്നു എന്നൊക്കെ കുട്ടികൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിസ്സെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു, കുറച്ച് ടഫ് എലമെന്റ്സ് ഉണ്ടായിരുന്നു കണക്ടേഴ്സിലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫൈൻഡ് കറക്റ്റ് സെന്റൻസ് അല്ലെങ്കിൽ ഫൈൻഡ് ദി കറക്റ്റ് ഫ്രേസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ് എങ്ങനെ നോക്കിയാലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത മാരത്തോണിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് അധികവും ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളത്. ആൻഡ് വേറൊരു കാര്യം നോക്കിയാൽ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിൽ ഓൾമോസ്റ്റ് ഒരു 29+ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഗുഡ് സ്കോർ ആണ്. ആക്ച്വലി 29 അല്ലെങ്കിൽ 28+ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി യു ആർ ഇൻ എ വെരി സേഫ് സോൺ എന്ന് ഞാൻ പറയും. കാരണം അത്യാവശ്യം നല്ല പോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഇത്തവണത്തെ IBPS RRB PO മെയിൻസ് എക്സാം. സോ ഇതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരിക്കും ക്ലർക്കിന്റെ മെയിൻസ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന മാരത്തോൺസും ഇനി വരാൻ പോകുന്ന യൂട്യൂബിൽ വരുന്ന ലൈവുകളൊന്നും മിസ് ചെയ്യാതെ നിങ്ങൾ കാണുക. വരാൻ പോകുന്ന അടുത്ത എക്സാമിന് ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 40 ക്വസ്റ്റ്യൻ 40 മാർക്കാണ് അല്ലെ. 40 ക്വസ്റ്റ്യൻ 40 മാർക്കായിരുന്നു എക്സാമിന് ഉണ്ടായിരുന്നത്. 40 ക്വസ്റ്റ്യൻ 40 മാർക്കിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് ആയിട്ടുണ്ടായിരുന്നത് മെയ് ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ടും ചോദിച്ചു എന്നുള്ളതാണ്. പിന്നീട് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് മാർച്ച് മാസത്തെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു മാർച്ച് മാസത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നുള്ളത്. പക്ഷേ മാർച്ച് മാസത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ സ്റ്റാറ്റിക് GKയിൽ നിന്നും വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നുള്ളതും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട, ഭയങ്കരമായിട്ട് അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈ ഒരു പ്രശ്നം എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നതാണ്. കാരണം സ്റ്റാറ്റിക് GKയിൽ നിന്നോ അല്ലെങ്കിൽ മെയ് ജൂൺ മാസത്തിൽ നിന്നോ ആരും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. എല്ലാവരും നിയറസ്റ്റ് 4 months ആണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോവുക അല്ലെ. അപ്പൊ എല്ലാവരും ഇതാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രശ്നം എല്ലാവർക്കും വരുന്നതാണ്. അപ്പൊ നമ്മൾ ഭയങ്കര പാനിക്കായി ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പൊ ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്ക് കറണ്ട് അഫെയറിന്റെ പോർഷൻസ് പറയുകയാണെങ്കിൽ ഭയങ്കര ടഫായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ കറണ്ട് അഫെയറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നോപ്പറേറ്റീവ് അക്കൗണ്ട്, ഉദ്ഗം പോർട്ടൽ, ബൾക്ക് ഡെപ്പോസിറ്റ് ലിമിറ്റ്, നമ്മുടെ G20 2025 ഹോസ്റ്റ് കൺട്രി, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്, ഡ്രോൺ ദീദി പ്രോഗ്രാം ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അങ്ങനെ തന്നെ വീഡിയോ കിടപ്പുണ്ട്. ഡ്രോൺ ദീദി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുള്ള സ്കീമായിരുന്നു. മിഷൻ കർമ്മയോഗി, മെറ്റാ പാരന്റ് കമ്പനി വിത്ത് ഓപ്പറേഷൻ സൗമിത്വ സ്കീം, അങ്ങനെ ഇതൊക്കെയാണ് മേജർ ആയിട്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, സ്മോൾ ഫിനാൻസ് ബാങ്ക് ഫോർ യൂണിവേഴ്സൽ ബാങ്ക്, B-Day, അങ്ങനെ നാറ്റോ ആനിവേഴ്സറി, HDFC ബാങ്ക്, UPI, സൗത്ത് അമേരിക്കൻ കൺട്രിയിലെ UPI ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് കൺട്രി ഏതാണ്, എയർബസ് പ്ലസ് സിഡ്ബി എഗ്രിമെന്റ്, MG നരേഗ, PSLC ടൈപ്പുകൾ, ഇങ്ങനെ ഇതൊക്കെയായിരുന്നു മേജർ പോർഷൻസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഒരു ഈ എക്സാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ് അറ്റംപ്റ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത് ഒരു 18 മുതൽ 20
മാർക്ക് വരെ 18 മുതൽ 20 മാർക്ക് വരെ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അതൊരു ഗുഡ് അറ്റംപ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ചിലപ്പോൾ ഇതിനേക്കാൾ സ്കോർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. കാരണം ഇൻഡെപ്തിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ എല്ലാ പോർഷൻസും ഒന്ന് കവർ ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ മാർച്ച് മാസത്തെയും മെയ് ജൂൺ മാസത്തെയും ഒക്കെ വളരെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോയിട്ടുള്ള ആസ്പിറന്റ് ആണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇതിനേക്കാൾ സ്കോർ ചെയ്യാൻ പറ്റും. അത്രയും കൂടുതൽ റീഡിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാലും ഒരു 18 to 20 നമുക്ക് ഒരു ഗുഡ് അറ്റംപ്റ്റ്സ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ SBI POയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ബാങ്കിങ് ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന ജോലിയാണ് ഇതല്ലേ. അപ്പൊ അവർക്ക് വേണ്ടി SBI PO ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആസ്പിറന്റിനും വേണ്ടി നമ്മുടെ സൈലം SSC RRB ഒരുക്കുന്ന നമ്മുടെ പുതിയ കോഴ്സാണ് SBI PO എലൈറ്റ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത് 4,999 ആണ്. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3rd October ആണെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ 3rd October ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 3-ാം തീയതി മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ SBI PO എന്ന് പറയുന്ന ഒരു സ്വപ്നം മനസ്സിലുള്ള എല്ലാ ആസ്പിറൻസും ഉടനെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ സ്വപ്നം സാധിച്ചെടുക്കാം. ഹായ് ആസ്പിറൻസ്, അപ്പൊ നമ്മുടെ RRBയുടെ PO മെയിൻസ് എക്സാം കഴിഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാവരും കുറച്ച് ടഫ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആയിരുന്നു നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ. കാരണം എന്താന്ന് വെച്ചാൽ ഒന്നാമത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമുക്ക് സെക്ഷണൽ ടൈമിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം 30 മിനിറ്റ് ആണ് ടൈം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 50 മാർക്സുമാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ടും ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് 50% പ്രോബ്ലംസും. ഓക്കെ, 50% പ്രോബ്ലംസും ചോദിച്ചിരിക്കുന്നത് ഏത് സെക്ഷനിലാണ് എന്ന് വെച്ചാൽ നമ്മുടെ DI അതുപോലെ തന്നെ കേസ്ലെറ്റ്സ്. 50% ക്വസ്റ്റ്യൻസും ചോദിച്ചിരിക്കുന്നത് ഈ 2 സെക്ഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് റെസ്പെക്റ്റീവായിട്ട് 2 DIs ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 കേസ്ലെറ്റ്സും എന്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, RRB PO മെയിൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ DI അതുപോലെ തന്നെ കേസ്ലെറ്റ്സ് റെഗുലറായി പ്രാക്ടീസ് ചെയ്തവർക്ക് വളരെ എഫക്റ്റീവായി ചെയ്യാൻ പറ്റി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ കുറച്ച് കാൽക്കുലേറ്റീവ് ആയിരുന്നു എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇനി വരുന്ന ബാങ്ക് എക്സാമുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചു പോകേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് ഈ DIയും കേസ്ലെറ്റ്സുമാണ് ഏറ്റവും കൂടുതൽ പഠിച്ചു പോകേണ്ടത്. കാരണം അവർ ഇത് മെയിനായിട്ടും 50% RRBയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. പക്ഷെ നമ്മൾ ഇനി IBPS PO, SBI PO അതുപോലെ തന്നെ SBI ക്ലർക്കൊക്കെ വരുമ്പോൾ ഇതിൻ്റെ പോർഷൻസ് അതായത് 50% അല്ല വരിക, മാക്സിമം ഒരു 80 to 90% കവർ ചെയ്യുന്നത് ഈ DI അതുപോലെ തന്നെ കേസ്ലെറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻസ് ആയിരിക്കും വരിക. ഓക്കെ, അതുപോലെ തന്നെ റിമൈനിങ് നമുക്ക് ചോദിച്ചത് ഏതാന്ന് വെച്ചാൽ സീരീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മിസ്സിംഗ് റോങ് സീരീസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആസ് പെർ റിപ്പോർട്ട്സ്. അത് കൂടാതെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി കമ്പാരിസൺ, ഓക്കെ, ക്വാണ്ടിറ്റി കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ക്വാണ്ടിറ്റി കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാറ്റ സഫിഷ്യൻസി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 സെക്ഷൻസും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡഡ് ആയിരുന്നു അല്ലേ. ശരിക്കും ഈ ക്വാണ്ടിറ്റി കമ്പാരിസൺ അതുപോലെ തന്നെ ഡാറ്റ സഫിഷ്യൻസി ഒക്കെ പറയുന്നത് അരിത്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ റിമൈനിങ് പിന്നെ കുറേ അരിത്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതായത് ഏജ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ്, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളും എന്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ RRB PO മെയിൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കൂ. അപ്പോൾ ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, മെയിൻസിനാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ മെയിനായിട്ട് നമ്മൾ എന്താ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അരിത്മെറ്റിക്കിനെ കാട്ടിലും, അതായത് അരിത്മെറ്റിക് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അരിത്മെറ്റിക്കിന്റെ കുറേ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത DIയും കേസ്ലെറ്റ്സും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും DI കേസ്ലെറ്റ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, അരിത്മെറ്റിക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സ്ട്രോങ് ആക്കുക. കാരണം നമുക്ക് അരിത്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ്ലെറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്കിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ, നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ലിമിറ്റഡ് ആണ് ഉള്ളത്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് വെച്ചാൽ RRB ക്ലർക്കിന്
അപ്പിയർ ചെയ്യുന്നവരും RRB ക്ലർക്കിന് അപ്പിയർ ചെയ്യുന്നവരും ഇതൊന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, RRB ക്ലർക്കിന് അപ്പിയർ ചെയ്യുന്നവരും ഇതൊന്ന് മൈൻഡിൽ വെക്കുക. ഇതേ പാറ്റേൺ ഫോളോ ചെയ്യാൻ നല്ല ഹൈ ചാൻസസ് ഉണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ്റെ ലെവൽ എന്തുണ്ടാവില്ല, ഇത്ര ടഫ് വരില്ല. അത് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് അതുപോലെ തന്നെ വളരെ അക്യുറേറ്റ് ആയിട്ട് ഓരോന്നും അറ്റംപ്റ്റ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ്റെ ലെവൽ വളരെ കുറവായിരിക്കും RRB ക്ലർക്കിൽ ചോദിക്കാറ് ആസ് കമ്പയർഡ് ടു PO എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഫാസ്റ്റ് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യണം. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ഡെയിലി മോക്സ് എടുത്ത് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ ടോപ്പിക്കും എങ്ങനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ഏതാണ് നമ്മുടെ സ്ട്രോങ് ഏരിയാസ് എന്ന് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓവറാൾ കുറേ പേരുടെ റിപ്പോർട്ട്സും അതുപോലെ തന്നെ ഓവറാൾ കുറേ സ്റ്റുഡൻസിൻ്റെ റിപ്പോർട്ട്സ് പ്രകാരം അവർ മെയ്ഡ് ചെയ്ത അറ്റംപ്റ്റ്സും പ്രകാരം നമുക്ക് പറയാൻ പറ്റും ക്വാണ്ടിൽ ഒരു നല്ല അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരു 13 to 18 ഗുഡ് അറ്റംപ്റ്റ്സ് ഉണ്ടെങ്കിൽ അത് ഓക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 20 ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല സ്കോർ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റീവ് ആണ്. കാരണം ക്വാണ്ട് എപ്പോഴും കാൽക്കുലേറ്റീവ് ആയിരിക്കും അല്ലെ. ക്വാണ്ട് ഇപ്പം നമ്മൾ ഈവൻ പ്രിലിംസ് നോക്കിയാൽ കൂടെ POൻ്റെ ക്വാണ്ട് എന്ന് പറയുന്നത് കുറച്ച് കാൽക്കുലേറ്റീവ് തന്നെ ആയിരിക്കും. അപ്പം മെയിൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ എന്താണ് എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. റെഗുലർ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര വലിയ പ്രോബ്ലംസ് വന്നാലും അതിൻ്റെ അപ്രോച്ച് വളരെ നല്ല എഫക്റ്റീവായിട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മാർക്ക് സ്കോറിങ്ങും നമുക്കതിലോട്ട് പെട്ടെന്ന് അസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് അതിൽ മാർക്ക് നേടേണ്ടത് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള അടുത്ത ആഴ്ചകളിൽ നമുക്ക് RRB ക്ലർക്കിൻ്റെ മെയിൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ IBPS ക്ലർക്കിൻ്റെ മെയിൻസ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. IBPS RRBയുടെ POൻ്റെ നല്ല അറ്റംപ്റ്റ്സ് പറയുന്ന ഇതാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 13-14 അറ്റംപ്റ്റ് ചെയ്തുള്ളൂ സാർ, അത് ഓക്കെ ആണോ? ഓക്കെ ആണ്, അത് യാതൊരു പ്രശ്നവും വരില്ല. നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എന്തായാലും നമ്മളൊരു 80 to 90, അതായത് 80 to 100 സ്കോർ ഉള്ളവരൊക്കെ ഏകദേശം സേഫ് ആണ് എന്നാണ് പറയുന്നത്. 100 ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സേഫായി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യാതൊരു രീതിയിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആവുകയോ ടെൻസ്ഡ് ആവുകയോ ഒന്നും വേണ്ട. ഇനി നമുക്ക് എക്സാംസ് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ മോക്സ് എടുക്കുക. അപ്കമിങ് എക്സാംസിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ബൈ.